നമസ്കാരം. ഈ അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ സിനിമയിലെ ജീനിയസ് എന്നറിയപ്പെടുന്ന നടനും തിരക്കഥാകൃത്തും സംവിധാനമൊക്കെയായ ശ്രീനിവാസൻ്റെ വളരെ രസകരമായ ഒരു സിനിമയുണ്ട്. ആനവാൽ മോതിരം എന്നാണ് ആ സിനിമയുടെ പേര്. സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ സുരേഷ് ഗോപി പോലീസ് വേഷത്തിൽ അഭിനയിച്ചിട്ട് സൈഡ് ആയിപ്പോയ ഒരു സിനിമയാണ് എന്ന് പറയാം. അതിൽ നായകനായിട്ട് തകർക്കുന്നത് ശ്രീനിവാസനാണ്. അതിലൊരു രസകരമായ ഒരു കോടതി രംഗമുണ്ട്. യഥാർത്ഥത്തിൽ ആ കോടതി രംഗം നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു. ആ യഥാർത്ഥ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1990 ഏപ്രിൽ 4 നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ആസ്ട്രേലിയക്കാരനായ ഒരു പൗരനെ മയക്കുമരുന്നുമായിട്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടികൂടുന്നു. അയാളുടെ അടിവസ്ത്രത്തിൽ നിന്നാണ് അത് പിടികൂടിയത്. 60 ഗ്രാമോളം ഹാഷിഷ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. വലിയ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യമാണത്. പോരെങ്കിൽ അയാൾ ഒരു വിദേശി കൂടിയാണ്. അങ്ങനെ അയാളെ ഇവിടെ 10 വർഷം ശിക്ഷിക്കുന്നു. പക്ഷേ ഈ ശിക്ഷാവിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇതിൻ്റെ അപ്പീലും കേസും പോകുന്നു. അപ്പോൾ ഇതിൻ്റെ വക്കീലായിട്ടുള്ളത് ആൻ്റണി രാജു. അദ്ദേഹം പിൽക്കാലത്ത് മന്ത്രിയൊക്കെ ആയ വ്യക്തിയാണ്. ഇപ്പോൾ മുൻ മന്ത്രിയാണ്. അദ്ദേഹമായിരുന്നു ഈ കേസ് ഏറ്റെടുത്തത്. അദ്ദേഹവും ഒരു കോടതി ജീവനക്കാരനും കോടതിയിലെ ഒരു ക്ലർക്കും കൂടി ഈ പ്രധാനപ്പെട്ട ഒരു വസ്തുവുണ്ട്, തൊണ്ടി മുതൽ. അതായത് ഈ ആന്റണി സാൽവദോർ എന്ന ഈ ആസ്ട്രേലിയക്കാരനെ ശിക്ഷിക്കാൻ കാരണമായിട്ടുള്ള തൊണ്ടി മുതൽ, അതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ, പ്രധാനപ്പെട്ട ഒരു തെളിവ്. അത് ഈ കോടതിയിൽ നിന്ന് ഇവർ അടിച്ചു മാറ്റുന്നു. അത് തന്നെ വെട്ടി ചെറുതാക്കിയതാണോ അതോ വേറെ സംഘടിപ്പിച്ചാണോ എന്നറിയില്ല. പിന്നീട് ഹൈക്കോടതിയിൽ ഇതിൻ്റെ കേസും കൂട്ടും വാദമെല്ലാം വന്നപ്പോൾ തൻ്റെ കക്ഷി നിരപരാധിയാണെന്നും ഇതൊരു കള്ളക്കേസാണെന്നും തൻ്റെ കക്ഷിയിൽ നിന്ന് പിടിച്ചെടുത്ത ഈ വാദിഭാഗം സമർപ്പിച്ച തൊണ്ടി മുതൽ യഥാർത്ഥത്തിൽ തൻ്റെ കക്ഷിയുടെ അല്ലെന്നും അത് തൻ്റെ കക്ഷിക്ക് പാകമാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ അത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജഡ്ജിക്കും ബാക്കി എല്ലാവർക്കും മനസ്സിലായി, കാരണം അത്രയും ചെറുതാണത്. ആ സായിപ്പിന് അത് ഇടാൻ പറ്റില്ല. അങ്ങനെ അയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നു. തുടർന്ന് അയാളുടെ നാടായ ആസ്ട്രേലിയയിലേക്ക് പോകുന്നു. പക്ഷേ അയാളുടെ കയ്യിലിരിപ്പ് അത്ര ശരിയില്ലാത്തതിനാൽ അവിടെ അയാൾ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അവിടെ അറസ്റ്റ് ചെയ്ത് അവിടുത്തെ ജയിലിലാവുന്നു. അപ്പോൾ ജയിലിൽ വെച്ച് അയാളുടെ സെല്ലിൽ തന്നെയുള്ള മറ്റൊരു തടവുകാരനോട് അയാൾ ഇന്ത്യയിൽ പോയ കാര്യവും കേരളത്തിൽ പോയ കാര്യവും അവിടെ അയാൾ ചെയ്ത കാര്യങ്ങളും അവിടെ വെച്ച് അയാൾ ജയിലിലായ കാര്യവും പിന്നീട് മിടുക്കനായ ഒരു വക്കീൽ കാരണം തന്നെ രക്ഷപ്പെടുത്തുകയും താൻ അവിടുന്ന് അങ്ങനെയാണ് തിരിച്ചിങ്ങോട്ട് വന്ന കാര്യങ്ങളെല്ലാം അയാൾ അവിടെ നിന്ന് പറയുന്നു. അത് അവിടെ നിന്ന് ജയിൽ അധികൃതർ അറിയുകയും അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായ ഇൻ്റർപോളിന് ആ വിവരം കിട്ടുകയും അവർ ഇന്ത്യയിലെ CBIക്ക് ആ വിവരം കൈമാറുകയും ചെയ്യുന്നു. അന്ന് CBI ആണ്. അന്ന് ഈ പറയുന്ന പോലെ NIAയും അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികളൊന്നുമില്ല. 90 കാലഘട്ടമാണെന്ന് ഓർക്കണം. അങ്ങനെ CBI ഇവിടെ അന്വേഷിച്ചപ്പോൾ അത് കേരളത്തിലാണ് നടന്നതെന്നും ഇങ്ങനെയാണ് അയാളെ രക്ഷപ്പെടുത്തിയെന്ന് മനസ്സിലാവുന്നു. 94 ആ കേസ് വീണ്ടും ഇവിടെ പൊങ്ങുന്നു. പിന്നീട് അത് രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോകുന്നു. പിന്നീട് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ആ കേസ് ഇവിടെ, നമുക്കറിയാം നമ്മുടെ രാജ്യം വലിയ ജനാധിപത്യ രാജ്യമൊക്കെയാണ്. പക്ഷേ ഇവിടുത്തെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്ക് കയ്യും കണക്കുമില്ല. ഇപ്പോൾ തന്നെ എത്ര വർഷമായി എന്ന് ഒന്ന് നോക്കുക. 90 നടന്ന സംഭവമാണ്. ഇത് വർഷം 2026 ഇന്നിപ്പോൾ എന്തായാലും ആ കേസിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുകയാണ്. 3 വർഷം തടവാണ്. 2 വർഷത്തിന് മുകളിലാണെങ്കിൽ പിന്നെ ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. MLA ആണെങ്കിൽ രാജിവെക്കേണ്ടി വരും. ജനപ്രതിനിധി ആവാൻ പറ്റില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് അപ്പീൽ കൊടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ വലിയ രീതിയിൽ നാണം കെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഒരു ജനപ്രതിനിധി ഒന്നും അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വക്കീലായിരുന്നെങ്കിൽ ഒരുപക്ഷേ തൻ്റെ കക്ഷിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുതന്ത്രങ്ങളിൽ പലതായിട്ട് കൂട്ടി ഇത് ആ വഴി അങ്ങ് പോയേനെ. പക്ഷേ അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട് ജയിച്ചിട്ടുണ്ട്, മന്ത്രിയായിരുന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് വലിയ രീതിയിൽ നാണക്കേടാണ് ഇപ്പോൾ. പക്ഷേ ഈ സംഭവം ശ്രീനിവാസൻ്റെ സിനിമയിൽ ഇപ്പോഴുള്ള സംഭവം ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. തൻ്റെ കക്ഷിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് ജയിച്ച് ശിക്ഷ ഒഴിവാക്കി തിരിച്ചുവിട്ടു. ഒരുപക്ഷേ വലിയ പാരിതോഷങ്ങളും പണമൊക്കെ ആൾക്ക് കിട്ടിയിരിക്കും. പക്ഷേ അങ്ങേയറ്റം നെറുകെട്ട ഒരു പരിപാടിയാണ് കാണിച്ചു വെച്ചത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ സ്വർണ്ണക്കള്ളൻ എന്നൊക്കെ വിളിക്കുന്ന പോലെ ആ മനുഷ്യനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലരൊക്കെ രാഷ്ട്രീയ എതിരാളികൾ ജെട്ടിക്കള്ളൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് കേൾക്കാൻ അയാൾ അർഹനാണ് എന്നതും മറ്റൊരു കാര്യം. കാരണം ആരും ചിന്തിക്കാത്ത തരത്തിലുള്ളൊരു പരിപാടിയാണ് അദ്ദേഹം കാണിച്ചു വെച്ചത്. തൊണ്ടി മുതലായിട്ടുള്ള അതേ അടിവസ്ത്രം തന്നെ വെട്ടി ചെറുതാക്കിയാണോ അതോ വേറെ സമാനമായിട്ടുള്ള മറ്റൊരെണ്ണം ചെറിയ ഒരെണ്ണം അവിടെ സംഘടിപ്പിച്ച് വെക്കുകയാണ് ചെയ്തതെന്നറിയില്ല. എന്തായാലും ഹൈക്കോടതിയിൽ ആ സംഗതി കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊട്ടും ചേരാത്തതായിരുന്നു. അങ്ങനെ ആ കേസ് തള്ളിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ഇവരെല്ലാം കൂടി ഇയാളെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് വിട്ടതാണ് എന്നത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് ഇപ്പോൾ നെടുമങ്ങാട്ടെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇനി തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള കോലാഹലങ്ങളും കൊടുങ്കാറ്റുകളൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഒരു വ്യക്തിയുടെ വിശ്വാസമാണല്ലോ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വെച്ച് അദ്ദേഹം വക്കീലാണ്. അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും അദ്ദേഹത്തിന് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാതായിരിക്കുന്നു. അങ്ങനെ ഒരു പല രീതിയിലുള്ള മാനങ്ങളുള്ള ഒരു കേസായിരുന്നു. അതിനിപ്പോൾ വിധി വന്നിരിക്കുകയാണ്. ഇപ്പോഴും അന്തിമ വിധിയായി എന്നൊരു പക്ഷേ നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ അദ്ദേഹം അപ്പീൽ പോയേക്കാം. ഈ പറയുന്ന പോലെ ഇത്രയും വർഷമെടുത്ത ഒരു കേസാണ്. ഇത്രയും വർഷമായതിനു ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും എത്തിയിരിക്കുന്നത്. ഇതുപോലെ എത്ര കേസുകൾ